ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? മഴ, പെരുമഴ, കറണ്ടില്ലായ്മ, പെരുമഴയും കറണ്ടില്ലാത്തതും, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നിങ്ങളോടൊരു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഒരു വിശേഷമല്ല, പല വിശേഷങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കാനും പറയാനും വന്നതാണ്. നൈമിത്ര പറഞ്ഞ് കേട്ട് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്. നൈമിത്രയുടെ അച്ചാറുകളെ കുറിച്ച് പറയാനൊന്നും അല്ല നമ്മളിപ്പോൾ വന്നത്. എന്തിനാണ് വന്നത് പറയൂ. നമ്മള് ഒരു വലിയ വീഡിയോ ആക്കി ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയ വീഡിയോ ആക്കി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ 8 വർഷവും നമ്മൾ ബിസിനസ്സിനെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു സംരംഭത്തെ നമ്മൾ എങ്ങനെ ഈസിയാക്കി കണ്ടു എന്നതല്ല, നമ്മൾ കഠിനമായി ആ വഴികളിൽ കൂടി നടക്കുന്നവരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പലരും പറയും ഇവർക്ക് വീടായില്ലേ, ഇവർക്ക് ഒരു നിലനിൽപ്പായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓരോ സമയവും നമ്മൾ ഓരോരോ പ്രതിസന്ധികളിൽ പെടും, അവിടെ നിന്ന് കരകയറും. പക്ഷേ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിൽ വ്യത്യാസം വന്നു, നമ്മുടെ ടേസ്റ്റ് കൂടി, ആൾക്കാർ കൂടി, അങ്ങനെ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പൂർണ്ണ തൃപ്തരായിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കസ്റ്റമേഴ്സ് പറയുന്ന കുറേ നല്ല വാക്കുകൾ കേട്ടിട്ട് സമാധാനത്തിലാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ സമാധാനത്തിൽ നിൽക്കുന്നെങ്കിലും നമുക്കായിട്ടൊരു നിലനിൽപ്പെന്നല്ല, ഒരു ഇടമുണ്ടാവാത്തതൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിലേക്കിട്ടൊക്കെ ഓടുമ്പോൾ എന്നത്തെയും ഒരു സ്വപ്നമുണ്ട്, എന്നത്തെയും ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാനാണ് വന്നത്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നൈമിത്ര തുടങ്ങിയപ്പോൾ ഒരു പുതിയ സൗഹൃദം എന്നാണ് നമ്മൾ പേരിട്ടത്. നമ്മൾ 2 പേരും കൂടി ചേർന്ന് കുറേ നാൾ കുത്തിയിരുന്ന് ഒരാളൊന്ന് പറയും, അങ്ങനെ ആണ് നമ്മൾ നൈമിത്ര കണ്ടുപിടിച്ചത്. നൈമിത്രയുടെ പേര് പെടിക്കാൻ നമ്മൾ പെട്ടപാട് ഇപ്പോൾ നമുക്കൊരു നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഈ നമ്മുടെ സന്തോഷമാണേ. നിങ്ങളെ കൂടെ സന്തോഷം ആവണമെന്ന് പറയണം, അത്രയും പാടുപെട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പിറകെ ഓടുന്നു, ഇടത്തിൻ്റെ പിറകെ ഓടുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ എപ്പോഴത്തേക്കും ഒരു സന്തോഷം, എൻ്റെ സന്തോഷമാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അപ്പം എൻ്റെ ചിറകുകൾ എന്ന് പറയുന്നത് ഇതേ ഇരിക്കുന്ന നൗഷാദ് ഖാൻ എന്ന മറ്റേ ജെമിനി പറയുന്നത്, നൗഷാദ് ഖാൻ നൈമിത്രയുടെ ഓൾറൗണ്ടർ എന്നാണ് ജെമിനി പറയുന്നത്. ജെമിനി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും, കാക്കച്ചയെ ഒന്നും പറയരുത്, ജെമിനി പറയുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ജെമിനി വരെ പറയുന്നത് കാക്കച്ചയെ ഒന്നും പറയരുതെന്നാണ്. ഞാൻ ഈ കാക്കച്ചയെ കൊണ്ട് തോറ്റു എന്നൊക്കെ ജെമിനിയോട് സംസാരിക്കും. അപ്പോൾ പറയും കാക്കച്ചയെ ഒന്നും പറയരുത്, കാക്കച്ചയാണ് ഓൾറൗണ്ടറാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ചിറകാണ്. കാലുകൾ, എനിക്കായി ഓടുന്ന കാലുകൾ, എനിക്കായി നടക്കുന്ന തുടിക്കുന്ന ഹൃദയം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരാൾ വീണുപോയാൽ മറ്റൊരാൾ താങ്ങാവുന്ന ഒരു ലോകമുണ്ടാവണം. അവിടെ ബന്ധമേതുമാവാം, അച്ഛനാവാം, അമ്മയാവാം, സഹോദരങ്ങളാവാം, ഭാര്യയാവാം, സൗഹൃദമാവാം, എല്ലാം ആവാം. ഇത് എൻ്റെ ഓൾ എന്ന് പറയാം. പിന്നെ എൻ്റെ ചിറക് എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, മാമി, അവരൊക്കെ എല്ലാവരും എൻ്റെ ചിറകുകളാണ്. ഓരോ മനുഷ്യരും, പിന്നെ എൻ്റെ കസ്റ്റമേഴ്സ്, എൻ്റെ കൂട്ടുകാർ, എനിക്കെല്ലാവരും എൻ്റെ ചിറകുകളാണ്. അപ്പോൾ ദീജ എന്ന ഞാനും എൻ്റെ ചിറകുകളും ചേർന്നിട്ട് ഒരു ബ്രാൻഡ് ഞങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആ പേര് നൗഷാദ് ഖാൻ തന്നെ പറയും, ഓൾറൗണ്ടർ, പാവം കാക്കച്ചി തന്നെ പറയും. അപ്പോൾ കാക്കച്ചി പറയൂ എന്താണ് പേര്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ചിറകാണ്, നമ്മൾക്ക് പറക്കാനുള്ള ഒരു വഴി. അതാണ് ബി വിങ്സ് സ്റ്റൈലർ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ ബി വിങ്സ് സ്റ്റൈലർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പറയൂ. അതാണ് റെഡിമെയ്ഡ് ക്ലോത്തിങ്സ് ആണ് യഥാർത്ഥത്തിൽ, ക്ലോത്തിങ്സ്. അപ്പം ഇപ്പം തൽക്കാലം നമ്മൾ ലേഡീസിൻ്റെത് മാത്രമാണ് നമ്മൾ തുടങ്ങി വെച്ചേക്കുന്നത്. പോകെ നമുക്ക് ജെൻസിൻ്റെയും കൂടെ വരും. ലേഡീസിൻ്റെ റെഡിമെയ്ഡ് മാത്രമാണ് നമ്മളതിലിപ്പം നിലവിലുള്ളത്. പറഞ്ഞു. നമ്മൾ റീസെയിൽ ചെയ്യുന്നില്ല. റീസെയിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ റീസെയിൽ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന ക്ലോത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ മേഖലയിൽ പണ്ട് തൊട്ട് ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്.
2 പ്രാവശ്യവും പിന്നെ എൻ്റെ ആ ചെറിയ ഗ്രാമപ്രദേശത്ത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ബന്ധുക്കളൊക്കെ വാങ്ങി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ലോത്തിനെ കുറിച്ച് അങ്ങനെ അറിയാം. അപ്പോൾ ക്ലോത്തിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്വപ്നത്തിലോട്ടെത്തി. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഡിമിത്ര തുടങ്ങി ആഭരണങ്ങൾ അങ്ങോട്ട് ആക്കി വന്നു. നല്ല കസ്റ്റമേഴ്സായി വന്നപ്പോഴത്തേക്കും നൈമിത്ര കട തുടങ്ങി. കാക്കച്ചിക്ക് ഒട്ടും സമയമില്ല, പിന്നെ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഇതാക്കിയത് അല്ല, അപ്പോൾ നമുക്ക് സമയമില്ലാതായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ ഇതിലൂടെ ചെയ്തോളാം, ഞാൻ ഒരു വഴി കൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലേഡീസിൻ്റെതാണ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് നമ്മൾ തരും. നിങ്ങൾ വന്നാൽ നമ്മളെ ഇന്ന് വാങ്ങിക്കാവുന്ന രീതിയിൽ. പിന്നെ ഓൺലൈനായിട്ട് അയക്കും. ഇപ്പം നമുക്കതിന് ഡി വിങ്സ് സ്റ്റൈൽ ലാബിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും, ഒരു യൂട്യൂബ് പിന്നെ ചാനലുണ്ടാവും, ഒരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ടാവും. എല്ലാം നമ്മളിവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആരും ആയിട്ടില്ല, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാക്കച്ചി തന്നെ നമ്മുടെ ക്ലോത്ത്, ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ ഇവിടെ കൊടുത്തിരിക്കാം. ഫസ്റ്റ് തന്നെ കാക്കച്ചി ഇവിടെ ഒരു ക്ലോത്ത് കാണിക്കുവേ. നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഡ്രസ്സ് കേട്ടോ. ഒക്കെ കാണിക്കാവോ? ഓക്കെ, ഇത് ഒരു എന്താണെന്ന് വെച്ചാൽ XXL ആണേ. ഇത് XXL XXL മാത്രമാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതൊരു നല്ല ക്ലോത്താണ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സൂപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു 4XL ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ഇതിലുള്ളത് നമ്മൾ എടുത്തിട്ടില്ല. ഇത് പിന്നെ പാൻറ്റും ഇതും കൂടെയാണ് നമ്മുടെ കോട്ട് സെറ്റ് പോലെയാണ്. പാൻറ് ഉണ്ട് അതിൽ, പാൻറ്റും കൂടെ അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അതാണ് അതിൻ്റെ പാൻറ് എന്ന് പറയുന്നത്. പാൻസും ഉടുപ്പും നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ക്ലോത്താണ്. എൻ്റെ വില വിവരമൊക്കെ DM ചെയ്യാം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്പർ ഇത് ഇവിടെ കാണിക്കാം, ഇതിലോട്ട് ചോദിച്ചാൽ മതി, അയച്ചുതരാം. നമ്മുടെ ആദ്യം നമ്മൾ കാണിക്കണേ നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ഒരു ടോപ്പും കൂടെ അതിൽ നമ്മളിങ്ങനെ കാണിക്കാനായിട്ട് എടുത്തത് ഇരിപ്പുണ്ട്. അതുമല്ല ഇനി വരുന്നത് ഒരു ടോപ്പില്ല. ടോപ്പ് കാണാം നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ടോപ്പ് നൈറ്റി മാത്രമാണ് കേട്ടോ. അല്ല അതി ഉണ്ടായിരുന്നു, അല്ല അതില്ല, ഇനി ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അത് കാണിക്കാം നമുക്ക്. ഓക്കെ, ഇത് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം അപ്ഡേറ്റ്. ഞാൻ എപ്പോഴും കാക്കച്ചെടുത്ത് എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളേതെങ്കിലും കടയിൽ പോയാൽ നമുക്ക് ചേരുന്ന വസ്ത്രം കിട്ടാറില്ല കേട്ടോ. നമുക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൺലൈനൊക്കെ എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്, ഇഷ്ടം പോലെ. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തത്. ഇത് ഫ്രോക്ക് നൈറ്റിയാണ്, നല്ല ലെങ്തി ആയ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എല്ലാത്തിൻ്റെയും ഫോട്ടോയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനി ഒരു നൈറ്റി കൂടെ എടുത്ത് കാണിക്കാവോ? ഇനി ഉണ്ട്, അതിൽ ഉണ്ട്. ഇനി ഒരു ടോപ്പൂടെ അത് വെക്കാം, ആ ടോപ്പൂടെ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ നൈറ്റികളാണ്, ഫ്രോക്ക് നൈറ്റികളാണ്, ലെങ്തി ഫ്രോക്ക് നൈറ്റികളാണ് കേട്ടോ. ഇനി അപ്പോൾ എടുത്ത് വെച്ചില്ല, അമ്മച്ചീൻ്റെ അടുത്ത് ഞാൻ അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല. ഞാൻ കാണിക്കാം, ഞാൻ ഇവിടെ തന്നെ കൊടുത്തിരിക്കാവേ. ഇത് അടുത്ത നൈറ്റിയാണ് കേട്ടോ, നല്ല ക്ലോത്താണ്. ഞാൻ പറഞ്ഞത് നമുക്ക് കടയിൽ കിട്ടാത്തതായിരിക്കണം. ഇത് എല്ലാത്തിൻ്റെയും മോഡൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിരിക്കാം. നമ്മുടെ നല്ല ടോപ്പുകളും. പിന്നെ വേറെ കാര്യം കൂടെ പറയാം, ഇതൊരു ഭയങ്കര ഒരു വലിയ ബ്രാൻഡ് ആക്കിയിട്ടില്ല, നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് അകത്തുള്ള പിന്നെ പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് കേട്ടോ. എല്ലാവർക്കും താങ്ങാവുന്ന വിലയാണ്. ഓണമായിട്ട് കുറച്ചും കൂടെയൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് മുമ്പ് ഇപ്പം തന്നെ ഈ തിക്കുമുട്ടലിൽ തന്നെ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ വരുമാനം വേണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അതിനോട് എൻ്റെ മാനസിക സന്തോഷമാണ്. എൻ്റെ ചെറുകളായ ഈ മനുഷ്യർക്ക് ഒരു താങ്ങ് എൻ്റെ വഴിയിൽ നിന്ന് കൊടുക്കാൻ. ഇവരൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു വീട് എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ട് എത്തണം. അതിൻ്റെ വലിയ ഒരു ബാധ്യതകളിൽ നിന്ന് നമുക്ക് കരയണം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു സഹതാപത്തിൻ്റെ പേരിലല്ലാതെ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൂലേ, നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യൂലേ, അത് നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഞങ്ങൾ ഇന്ത്യയിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അല്ലേ? ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. അതാണ് നമ്മൾ വയ്ക്കുന്ന ഇത്. നമുക്ക് അമിത ലാഭമല്ല നോക്കുന്നത്. നമുക്ക് നൈമിത്രയ്ക്ക് ഉണ്ടായതുപോലെ നല്ല കസ്റ്റമേഴ്സ്. ഇനി നമുക്ക് ചിലപ്പോൾ പോരായ്മകൾ ഒരുപാടുണ്ടായേക്കാം, നിങ്ങൾക്ക് പറയാം, പരിഹാരവും നമ്മൾ കാണാം. നമ്മളൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ, അതായത് ക്ലോത്തിങ്സിന്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റിയേക്കാം. പക്ഷെ നമ്മൾ ഇപ്പം നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡ്രസ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തതാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തി എടുത്തതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ പോരായ്മ, സ്റ്റിച്ചിങ്ങിന് പോരായ്മ അല്ലെങ്കിൽ കളർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നമ്മളത് വരും ദിവസങ്ങളിൽ അത് പരിഹരിക്കുന്നതാണ്. അപ്പം ഡി വിങ്സ് എന്ന് പറഞ്ഞാൽ ഡിജയുടെ ചിറകുകൾ എന്നാണ് ഇല്ലേ? എന്റെ ചിറകുകൾ നിങ്ങളൊക്കെ ആണല്ലോ, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡി വിങ്സ് സ്റ്റൈൽ ഇവരും കൂടെ ഉൾപ്പെടണം എനിക്ക് ആ പേരിലെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഡി വിങ്സ് ചിറകുകൾ എന്നത്. എന്റെ ചിറകുകൾ വെച്ച് ഞാൻ പറയുന്നില്ല, ഇവരില്ലാതെ എനിക്ക് പറ്റില്ല, ഒരു നിമിഷം പോലും പറ്റത്തില്ല. അപ്പൊ അവരൊക്കെ ഇവരല്ലെങ്കിൽ മറ്റൊരാളില്ലേന്ന്. അങ്ങനെയല്ല, എനിക്ക് പെർഫെക്റ്റ് ആയ മനുഷ്യരാണ് ഇവരല്ല.
എൻ്റെ കാക്കച്ചി, എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ, എൻ്റെ മാമി, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരൊക്കെ എനിക്ക് പറ്റിയ ആൾക്കാരാണ്. നമ്മൾ നല്ല അടി കൂടും, നല്ല അടിയും എല്ലാം കൂടും. നമ്മുടെ പ്രശ്നങ്ങൾ അത് പറയുന്നത് ഈ പ്രശ്നങ്ങളുള്ളവരാണ് കൂടുതൽ അടി കൂടുന്നതെന്ന് പറയും അല്ലേ. അപ്പൊ വീഡിയോ നീണ്ടു പോകണം. അതെ അതെ, അവസാനിപ്പിക്കാതെ, അതായത് നീണ്ടു പോകുന്നതിൽ കാര്യമില്ല, നിർത്തണം. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഇത് ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ടാവും, എല്ലാത്തിനും പേജ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള പേജുകളിലായിരിക്കും ഇപ്പൊ ഇടുന്നത്. അതിലും ഇടും ഇതിലും ഇടും. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഫോളോ ചെയ്യണം, എല്ലാവരും വരണം. വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എല്ലാവരും വരണം. ഈ ആണുങ്ങൾ, ചേട്ടന്മാര്, അനിയന്മാരൊക്കെ ഇത് വാങ്ങി വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അപ്പൊ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ വീഡിയോ നീണ്ടു പോകാതെ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നൗഷാദ് ഖാൻ ആൻഡ് ദിജ, ഡി വിങ്സ് ടീം.